പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റോസ്റ്റ് ആട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതിനും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ 5 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ കുക്കറിൽ തന്നെ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് അത് 2 പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കോഴിമുട്ട വെച്ചിട്ട് ഞാൻ എപ്പോൾ റെസിപ്പീസ് കണ്ടാലും ഒന്ന് സേവ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇവിടെ കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുട്ട വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ. അപ്പോൾ അങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ സേവ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു മസാല, ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് നമ്മൾ എണ്ണയൊന്നും ഇല്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട നമ്മളിതാ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ എണ്ണയിൽ ഒന്നിങ്ങനെ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടി തെറിക്കാതെ നോക്കണേ. അപ്പോൾ നമ്മൾ സിമ്മിലാക്കിയിട്ടൊന്നിങ്ങനെ കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് ഒന്നിങ്ങനെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ ഒന്നിങ്ങനെ മറിച്ചിട്ടിട്ട് നമ്മൾ പാനിൽ നിന്ന് മാറ്റുകയാണ്. നമ്മൾ മുട്ട റോസ്റ്റ് പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, 2 പച്ചമുളക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ സവാളയാണ് ചേർത്തെടുക്കുന്നത്. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് കേട്ടോ. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന മല്ലിയും കുരുമുളകും നമ്മളിതാ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലൊരു കട്ടിയിലാക്കിയിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് വെള്ളം ചേർത്തത് കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ എന്നാലും അരഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ റോസ്റ്റിലേക്ക് നമുക്ക് വെള്ളമൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു മസാലയൊക്കെ ഒന്നിങ്ങനെ ഒരു മല്ലിയുടെയും കുരുമുളകിൻ്റെ ഒക്കെ ഒന്ന് മാറുന്നവരെ ഒന്നിങ്ങനെ വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ ആ മസാലയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യരുത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു മസാലയൊക്കെ ആ ഒരു മുട്ടയുടെ മേലെ ഇങ്ങനെ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു. ഇവിടെ കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കിത്തിരി എരിവ് കൂടുതലായിട്ട് തോന്നി കേട്ടോ. കാരണം 1 ടേബിൾ സ്പൂൺ കുരുമുളക് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അത് ഇത്തിരി കുറയ്ക്കുക നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്. നമ്മളിതിൽ മുളക് പൊടിയും പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ നല്ല വീട്ടിലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകായിട്ടായിരിക്കും നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചോറിൻ്റെ കൂടെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ അറിയാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.